ഛത്തീസ്ഗഡിന് പുറകെ ഗുജറാത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾ തെറ്റിക്കാതെ ഇക്കുറിയും BJP തന്നെ അവിടെ മൃഗീയ ഭൂരിപക്ഷം നേടി തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ വരികയാണ്. പക്ഷേ ഇക്കുറി ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസ് ആയിരുന്നു പൊതുവെ സാധാരണ നിലയ്ക്ക് BJPയുടെ അവിടുത്തെ പ്രധാന എതിരാളി. ഇപ്പോൾ ആ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയിട്ട് സ്വതന്ത്രന്മാരടക്കമുള്ള ആം ആദ്മി പാർട്ടി അടക്കമുള്ള ചെറിയ പാർട്ടികൾക്ക് അവിടെ മേൽക്കോയ്മ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിനേക്കാൾ. ഗുജറാത്തിലെ വിജയത്തിൽ വലിയ ഞെട്ടിക്കാനുള്ള ഒരു അനുഭവമൊന്നുമല്ല. മറിച്ച് അതിനു മുമ്പ് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയത്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കോൺഗ്രസ്സിന് തലവേദനയായിരിക്കുന്ന ഒരു വിജയമാണ്. അങ്ങോട്ടൊന്നും ഇനിയൊരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മുന്നേറ്റം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവിടെ CRP ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത് പുതുതായിട്ട്. CRPF ക്യാമ്പുകൾ നക്സൽ ബാധിത മേഖലകളിലാണ്. പണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത പ്രദേശങ്ങളായിരുന്നു. പേടി കൊണ്ട് പോലീസോ പട്ടാളമോ CRPFോ കടക്കാത്ത മേഖലകളിൽ ഇപ്പോൾ CRPF സ്റ്റേഷനുകൾ, സംയുക്ത ഓപ്പറേഷന് വേണ്ടിയുള്ള സ്റ്റേഷനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അത്ഭുതം. ആ ഒരു അത്ഭുതം സൃഷ്ടിച്ചതിന് BJPക്ക് കിട്ടിയ പ്രതിഫലമാണോ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം. അതുവരെ അവിടുത്തെ നക്സലൈറ്റ്, ക്രൂരന്മാരായ നക്സലൈറ്റുകൾ, അവരുടെ തടവറയിലായിരുന്നു അവിടുത്തെ പാവപ്പെട്ട ആദിവാസി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പേടിച്ചു. കാശ്മീർ വാലിയെ, കാശ്മീർ താഴ്വരയെ എങ്ങനെ ഭീകരന്മാർ തടവറയിൽ വെച്ചിരുന്നു, അത് 370-ാം വകുപ്പ് എടുത്തു കളയുന്നതിന് മുമ്പ് അതുപോലൊരു സ്ഥിതിയായിരുന്നു അവിടെ. ഇപ്പം മോചനം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത വർഷത്തോടെ 0 നക്സൽ ബാധയുള്ള ഒരു പ്രദേശമായിട്ട് ഛത്തീസ്ഗഡ് മാറ്റും എന്നുള്ളതാണ്. അതായത് നക്സൽ മുക്ത ഛത്തീസ്ഗഡ് ആക്കി മാറ്റുമെന്നുള്ളതാണ് വാഗ്ദാനം. ഏതാണ്ട് നക്സൽ മുക്ത ഭാരതം എന്ന് പറയാം. പണ്ട് നക്സലുകൾ നിഷ്ഠൂരമായിട്ട് പോലീസുകാരെ, പട്ടാളക്കാരെ, CRPF അർദ്ധ സൈനിക വിഭാഗങ്ങളെയൊക്കെ കൊന്നുകൂടി തള്ളിയിരുന്നു അവിടുത്തെ കാടുകളിൽ. ഇന്നിപ്പോൾ നേരെ തിരിച്ച് മേൽക്കൈ ലഭിച്ചിരിക്കുന്നത് സൈന്യത്തിനാണ്. രാജ്യരക്ഷകരായിട്ടുള്ള സൈന്യങ്ങൾക്കാണ്. ധീരവീര പരാക്രമികൾ അവർ ധൈര്യപൂർവ്വം ചെന്നിട്ട് ഇവരുടെ മാളങ്ങളിൽ തന്നെ വഴിയിൽ വെച്ചല്ല, അവരുടെ മാളങ്ങളിൽ, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് ശക്തി കേന്ദ്രങ്ങളെ തന്നെ തകർക്കുകയാണ്. അതോടൊപ്പം തന്നെ ജലന്ധർ അല്ല, ചണ്ഡീഗഡ് ഹരിയാനയുടെയും അതുപോലെ പഞ്ചാബിൻ്റെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡ്. അവിടെ പണ്ട് മോദി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ ഒന്ന് പ്രവേശിക്കാൻ പ്രയാസമായിരുന്നു. കർഷക വേഷമിട്ട ഭീകരവാദികൾ അങ്ങോട്ട് അദ്ദേഹം കടക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പദവിയിൽ സന്ദർശിച്ചപ്പോഴും അന്നവിടെ ഭരിച്ചുകൊണ്ടിരുന്ന AAP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഈ അരാഷ്ട്രീയത്തിന് കൂട്ടുനിന്നു. എന്നിട്ട് എന്താ ഇപ്പോൾ പറ്റിയത്? AAP ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ജയിക്കുമോ എന്നുള്ളത് സംശയം. ചണ്ഡീഗഡ് തദ്ദേശ സ്ഥാപനം BJP പിടിച്ചെടുത്തു. കോർപ്പറേഷൻ, ചണ്ഡീഗഡ് കോർപ്പറേഷൻ അവർ കൊണ്ടുപോയി ഞെട്ടിച്ചു കളഞ്ഞു. കാരണം BJPക്ക് ഒരു ഫുട് പ്രിൻറ്റും ഇല്ലാത്ത, സ്ഥാനാർത്ഥികൾ പോലും നിൽക്കാൻ ഭയക്കുന്നു, സംഘടന തന്നെ ദുർബലമാണ്. അതെ, മണ്ഡലങ്ങളിൽ പോയി സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം നടത്താൻ പറ്റില്ല, ഇവർ സമ്മതിക്കില്ല. ആ ഒരു സ്ഥിതിയിൽ നിന്ന് ചണ്ഡീഗഡ് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ ജയമാണത്. അതെ സാർ, അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അവിടെ ചില RSS നേതാക്കളെ വെടിവെച്ച് കൊലപ്പെടുത്തുക പോലും ഉണ്ടായി. പിന്നെ കേസരി പത്രത്തിൻ്റെയൊക്കെ പത്രാധിപരെ ഭീകരവാദികൾ പത്രം ഓഫീസിൽ കയറി കൊന്നു. അതായത് തീവ്രവാദികളെ പോലെ തന്നെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതെ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഒരുപാട് കാലം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെയാണ് BJP വലിയ മിന്നും വിജയം നേടിയത്. നിരന്തരമായിട്ട് ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ തീവ്രവാദികൾ. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന പഞ്ചാബികൾക്കും സിഖുകാർക്കും ഇതിനെതിരായിരുന്നു. പക്ഷേ അവർക്ക് നാവടക്കി വയ്ക്കേണ്ടി വന്നു. കാരണം ഇവർ ഭയന്ന് കാശ്മീരിലെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നിന്ന് കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന മഹാത്ഭുതമാണ് അവിടെ സാധിച്ചെടുത്തിരിക്കുന്നത്.
പിന്നെ നടന്നത് ഗുജറാത്ത്. ആ ഗുജറാത്തിൻ്റെ കാര്യം, ഗുജറാത്ത് അല്ലെങ്കിൽ തന്നെ BJPയുടെ കോട്ടയായി അവർ മാറ്റിക്കഴിഞ്ഞു. അതായത് തന്നെ മിൽക്ക് സൊസൈറ്റി ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് പാല് സംസ്കരിച്ച് ശേഖരിച്ച് അതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു സാമ്പത്തിക നീക്കം കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ നടപ്പാക്കിയിരുന്നു. നമ്മുടെ കുര്യൻ മാസ്റ്റർ അവിടെ പോയിട്ട് അമുൽ എന്നുള്ള പേരിൽ അതിൻ്റെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനം തന്നെ, ക്ഷീരവിപ്ലവം. അതെ, ക്ഷീരവിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് അതിന് പറഞ്ഞത്. കാരണം തെരുവു ഓരങ്ങളിലെ ഓടകളിൽ കൂടി പാലൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിച്ചം വന്നിട്ട് ആർക്കും വേണ്ട. ഇതൊരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും ചീത്തയായി പോകും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന മിൽക്ക് പൗഡർ, അങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളും ഒക്കെ വെണ്ണ, നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ. ഇതിൻ്റെ മൂല കാരണമെന്ന് ചോദിച്ചാൽ പശു എന്ന് പറയുന്ന അവിടെ ഒരു ആരാധ്യമായിട്ടുള്ള മൃഗം. അപ്പോൾ പശുക്കളെ ധാരാളമായിട്ട് ആഹാരം കൊടുത്ത് വളർത്തി. അപ്പോൾ ധാരാളമായിട്ട് പാൽ ലഭിച്ചു തുടങ്ങി. കൊല്ലില്ല, കൊന്ന് ബീഫ് കഴിക്കുന്ന പരിപാടിയില്ല അവിടെ ഗോവധ നിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് സംരക്ഷണം കൂടുതലായി, അതിൻ്റെ ഫലമായിട്ട് പാല് കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങി. അതാണിന്ന് ഗുജറാത്തിൻ്റെ ഐശ്വര്യം. മിൽക്ക് പേട, ഗുജറാത്തിലെ മിൽക്ക് പേടയൊക്കെ കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു സ്വാദെന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മളെ കൊതിപ്പിക്കുന്ന സ്വാദുള്ള, എന്നാൽ ദുഷ്ഫലങ്ങളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള. അതെ, പിന്നെ നിയന്ത്രിച്ച് കഴിച്ചില്ലെങ്കിൽ ഷുഗർ വരുമെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ മാറി ആ ഗുജറാത്തിൻ്റെ പ്രോഡക്റ്റുകൾ, അമുൽ ഉൾപ്പെടെ അതിനോട് കിടപിടിക്കാൻ ഒരു സാധനവും ഇല്ല. ഐസ്ക്രീമിലാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഉൽപ്പന്നം നമ്മുടെ കുര്യൻ മാഷിൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത ഈ അമുലിൻ്റെ ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് കഴിക്കാം, കണ്ണുമടച്ച് കഴിക്കാം. അത് ഗുജറാത്തിന് ഉണ്ടാക്കി കൊടുത്ത സാമ്പത്തിക ലാഭം ചെറുതല്ല. അതെ, അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ, നമ്മുടെ ഈ സംസ്ഥാനത്തെ സാധാരണ സഹകരണ സംഘങ്ങളുണ്ടല്ലോ, പണമിടപാട് നടത്തും, സഹകരണ ബാങ്ക് എന്നാക്കി പേര്. അത് ഇല്ലിസിറ്റാണ്, അതായത് അവർക്ക് അതിന് അനുവാദമില്ല, എങ്കിലും പണമിടപാട് നടത്തുന്നുണ്ട്. കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സഹകരണ സംഘം. അത് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെ തൃണമൂല തലത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒന്നാണ് അവിടെ ഈ സൊസൈറ്റികൾ, പാൽ സൊസൈറ്റികൾ. ഈ പാൽ സൊസൈറ്റികളുടെ പ്രവർത്തനത്തിന് ശരിയായ ഒരു കോർഡിനേഷൻ നടത്തിയത് അവിടെ ഹിന്ദു സംഘടനകളാണ്, ഹിന്ദു പരിവാറിൽപ്പെട്ട സംഘടനകളാണ്. അവരാണ് ഭൂരിപക്ഷം, 90% ഹിന്ദുക്കളാണ്. അവരെ വിശ്വ ഹിന്ദു പരിഷത്തായാലും ബജറംഗ് ദളായാലും ഒക്കെ കൂടി ഈ കർഷകരെ സഹായിക്കാൻ രംഗത്തിറങ്ങി. അല്ലാതെ വേറെ നമ്മൾ നേതാവിൻ്റെ കൂടെ നിന്ന് പത്രസമ്മേളനത്തിന് മുഖം കാണിക്കുക, നേതാവിൻ്റെ പെട്ടി ചുമക്കുക, അങ്ങനെ നേതാവിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊന്നും ആയിരുന്നില്ല അവിടെ പ്രവർത്തകർ ചെയ്തത്. ഇങ്ങനെ കർഷകരെയും ജനങ്ങളെയും സഹായിക്കും, താഴെ തട്ടിലിറങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിൽ രൂഢമൂലമായിട്ടുള്ളൊരു ബന്ധമുണ്ടായി. അതാണ് BJPയുടെ തിളക്കമാർന്ന വിജയത്തിലേക്ക് കലാശിച്ചത് എന്ന് നമുക്ക് പറയാം. അതെ, ഈ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു സംഘടനകളും കർഷകരോടൊപ്പം ചേർന്ന് നടത്തിയ ക്ഷീരവിപ്ലവം, ക്ഷീരവിപ്ലവം ഭാവിയിൽ BJPക്ക് വോട്ടായി മാറി. അത് പറയാം. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സമയമില്ലാത്ത ചുരുക്കി പറഞ്ഞാൽ, ആ ഗോ സംരക്ഷണം, അതുപോലെ തന്നെ അതുമായിട്ട് ഇഴുകിച്ചേരുന്ന ഹിന്ദു സംസ്കാരം, അതുമായിട്ട് ഇഴുകിച്ചേരുന്ന കേരളത്തിൻ്റെ കുര്യൻ്റെ വ്യവസായ തന്ത്രം, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ഗുജറാത്തിനെ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള, കർഷകക്ഷേമമുള്ള സംസ്ഥാനമാക്കി മാറ്റിയത്. അതൊന്നാം ഘട്ടം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്തിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ വന്നിട്ട് വ്യവസായത്തിൻ്റെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. അവിടെ പരന്ന ഭൂമിയുണ്ട്, കേരളത്തിലെ പോലല്ല. അതിൽ എല്ലാം ടാറ്റയുടെ, ഇപ്പോൾ ബംഗാളിലെ നന്ദിഗ്രാമിന് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആ കാർ ഫാക്ടറി ഗുജറാത്തിൽ വന്നു. അതുപോലെ തന്നെ വ്യവസായികളെ ആകർഷിച്ചുകൊണ്ട് ധാരാളം വ്യവസായങ്ങൾക്ക് ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഊഴങ്ങളിലെല്ലാം അദ്ദേഹം പ്രയത്നിച്ചു, അത് ഫലവത്താവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നല്ല പോലെ ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവരാണ് ഗുജറാത്തികൾ. മാർവാടികൾ എന്ന് പറയുന്ന ആൾക്കാർ ഏത് ബിസിനസ് തുടങ്ങിയാലും അത് പൂർണ്ണ വിജയത്തിലെത്തും. അതുപോലെയാണ് ഈ ഗുജറാത്തികൾ സർക്കാർ ജോലിയിൽ ജയിച്ചാൽ അത് വേണ്ട, തുച്ഛമായ വരുമാനം. അവർ ഇന്നിപ്പോൾ 100 രൂപയ്ക്ക് ഒരു കട തുടങ്ങിയാൽ അതിൻ്റെ നാളത്തെ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും, 200-ൽ നിന്ന് 400-ലേക്കും, അങ്ങനെ ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിൽ അതിൻ്റെ ലാഭവും അതിൻ്റെ ക്യാപിറ്റലും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, ഒരിക്കലും താഴോട്ട് പോകില്ല.
എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് പഠിക്കേണ്ട കാര്യമാണ്. പല തിയറികളും വന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു തന്ത്രം. ശരിയാണ്, അതാണ്. പിന്നെ കുറേ പേര് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ടാണ് ഗുജറാത്തിൽ നിന്നുള്ള ഒരൊറ്റ അതിഥി തൊഴിലാളിയും കേരളത്തിലില്ല. കണ്ടുപിടിക്കാൻ കഴിയുമോ? അതെ, ഇല്ല. സമ്പന്നമായിട്ടുള്ള പഞ്ചാബ് പോലെ തന്നെ, പഞ്ചാബിലെ കർഷകരുടെ അധ്വാനം പോലെ തന്നെ സമ്പന്നമായിട്ടൊരു സംസ്ഥാനമായിട്ട് അത് മാറി. അപ്പോൾ അതിന് നന്ദിയുള്ള അവർ വീണ്ടും വീണ്ടും മോദിയെ ജയിപ്പിച്ചുകൊണ്ടിരുന്നു. മോദി അങ്ങനെ ആ പ്രഭാവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോഴും ഇന്ത്യക്കൊട്ടാകെ തന്നെ ഈ നയം തുടരുന്നു. പിന്നെ ഒരു രാഷ്ട്രീയ കാരണം കൂടെ ഉണ്ട്. മോദി അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഭീകരവാദം വളരെ രൂക്ഷമായിരുന്നു ഇന്ത്യയിൽ. ഗുജറാത്തിലല്ല, ഗുജറാത്തിൽ പിന്നെ ഇത് മാത്രമേ നടന്നിട്ടുള്ളൂ, കലാപം. അതെപ്പോഴും സംഭവിക്കാറുള്ളതാണ്. കാരണം ഈ വിഭജനത്തിൻ്റെ മുറിവുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു അതിർത്തി സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തുന്ന ഏത് ഭീകരാക്രമണത്തെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വത്തെപ്പറ്റി വളരെ ഉറച്ച ശബ്ദത്തിൽ പറയുകയും ചെയ്തിട്ടുള്ള ആൾ നരേന്ദ്രമോദി. ഇത് വാചകോടി മാത്രമല്ല, തുടർന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അത് നടപ്പാക്കുകയും ചെയ്തു. AB വാജ്പേയി സീറോ ടോളറൻസ് ടു ടെററിസം എന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ മോദി അതിപ്പോൾ നടപ്പാക്കി. അതിൻ്റെ സദ്ഗുണമാണ് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന ഈ സമാധാനം. ആ സമാധാനത്തിൻ്റെ ശില്പിയും കൂടായ മോദിയോടുള്ള ബഹുമാനമാണ് ഗുജറാത്തികളുടെ വോട്ടിലൂടെ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ കഴിയുന്നത്. അതങ്ങനെ തന്നെ തുടരും എന്നുള്ളതിന് ഒരുപക്ഷെ ഇന്ത്യ കോൺഗ്രസ് മുക്തമായില്ലെങ്കിലും താമസിയാതെ തന്നെ ഗുജറാത്ത് കോൺഗ്രസ് മുക്ത ഗുജറാത്തായിട്ട് തീരും.